ഹായ്. അങ്ങനെ ഓഗസ്റ്റ് അവസാനിച്ചു, സെപ്റ്റംബർ തുടങ്ങി. ഈ ഓഗസ്റ്റ് മാസം എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു മന്ത്ലി അനാലിസിസ് ഒക്കെ നല്ലതാണല്ലേ? ഞാൻ സാധാരണ പ്ലാനിങ്ങും അനാലിസിസൊക്കെ ചെയ്യാറ് ഡയറിയിലാണ്. അത് പണ്ട് മുതലേ അങ്ങനെ ചെയ്ത് ശീലിച്ചത് കൊണ്ടാണ് ഡയറി ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. ഈ മന്ത്ലി പ്ലാനിങ്ങിൽ തന്നെ ആദ്യം ചെയ്യാറ് മൂഡ് ട്രാക്കിംഗ് ആണ്. നമ്മുടെ ഈ മൂഡൊക്കെ ഓരോ ദിവസവും എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഒരു മാസത്തെ വിശകലനം ആവുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഈ സെപ്റ്റംബറിൽ ഇപ്പോൾ ഞാനൊരു മഴത്തുള്ളിയുടെ തീമാണ് എടുത്തിട്ടുള്ളത്. ഓരോ മഴത്തുള്ളിക്കും നമ്മുടെ അപ്പോഴത്തെ മൂഡ് അനുസരിച്ചുള്ള ഷെയ്ഡ് കൊടുക്കാം. ഈ മാസാവസാനം നമ്മുടെ മൂഡൊക്കെ എങ്ങനെയായിരുന്നു എന്നൊന്ന് അനലൈസ് ചെയ്തെടുക്കാം. പോരാത്തതിന് എന്തെങ്കിലുമൊക്കെ ഡ്രോബാക്ക് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സും അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് പോകാം. പുതിയ മാസത്തെ പ്ലാൻ ചെയ്യുന്നത് പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കഴിഞ്ഞു പോയ മാസത്തെ ഒന്ന് അനലൈസ് ചെയ്തെടുക്കുക എന്നുള്ളതും. ആ ഒരു മാസത്തെ അച്ചീവ്മെൻറ്റ്സും ഡ്രോബാക്സും പിന്നെ ഇനി എങ്ങനെ പോകണം എന്നുള്ളൊരു ഐഡിയയും ഒക്കെ കിട്ടും അത് ചെയ്ത് കഴിയുമ്പോൾ. ശരിക്കും ഉണ്ടല്ലോ, ഓരോ മാസത്തെ പ്ലാനിങ്ങും ഈ മാസം അവസാനിക്കുമ്പോൾ ഉള്ളൊരു അനാലിസിസും ഒക്കെ എടുത്ത് തട്ടിച്ച് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ എക്സ്പെക്റ്റേഷനും അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. എല്ലാ മന്തിലും ഒരേ ഫോർമാറ്റിൽ നമ്മൾ പ്ലാൻ ചെയ്യണമെന്നില്ല. ഓരോ മന്തിലും നമുക്ക് ഊന്നൽ കൊടുക്കേണ്ട മേഖലകളെ മാത്രം ഒന്നെടുത്ത് അത് വെച്ച് പ്ലാൻ ചെയ്യാം. സെപ്റ്റംബറിൽ ഞാനിപ്പോൾ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ്, റിലേഷൻഷിപ്പ്, അതുപോലെ കരിയർ അതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ഈ എടുത്തിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഈ ഒരു മാസം എന്തൊക്കെയാണ് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കതിൽ നോട്ട് ചെയ്തിടാം. ഞാൻ സാധാരണ എല്ലാം ചുരുക്കിയാണ് എഴുതാറുള്ളത്, അതുകൊണ്ട് കുറച്ച് സ്പേസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പ്ലാൻ ചെയ്തതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് നടക്കുമെന്നൊന്നും എക്സ്പെക്റ്റ് ചെയ്യണ്ട. എന്നാലും ഒരു പ്ലാനിങ്ങും ഇല്ലാതെ പോകുന്നതിനേക്കാളും നല്ലതല്ലേ? അപ്പോൾ നിങ്ങളും ഇതുപോലൊന്ന് പ്ലാൻ ചെയ്ത് നോക്കൂ. പിന്നെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് സപ്പോർട്ടും ചെയ്യൂ.